ഇന്ന് ഞാൻ കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു ഐറ്റവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇത് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. ഇത് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പൂരി പോലെ പൊങ്ങി വന്നിട്ടുള്ള ഈ ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കട്ടോ. ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ തയ്യാറാക്കുക വെച്ചാൽ എന്തായാലും ഇതുപോലെ തന്നെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരത്തെ ചായക്കടി തയ്യാറാക്കി എടുക്കുക. അത്രയ്ക്ക് ടേസ്റ്റും ആണ്, അതുപോലെ തന്നെ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക വെച്ചാൽ നമുക്കിത് ആരെങ്കിലും വന്നാലൊക്കെ നമുക്കിത് ഫ്രൈ ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ 2 ഉള്ളിയാണ് എടുത്തത്. പിന്നെ നമ്മളെ മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് അടിച്ച് വെച്ചതാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഞാനിവിടെ പൊരിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ കറിയൊക്കെ വെക്കുമല്ലോ, കറിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് 2-3 കഷ്ണം പീസൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് വാടി വരുന്ന നേരം കൊണ്ട് നമ്മൾ ഉള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതുക്കി വെച്ചിനല്ലോ. വെളുത്തുള്ളി കേട്ടോ, വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ചതുക്കി വെച്ചിനല്ലോ. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഈ ഒരു ചിക്കനില്ലേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് പകുതി വേവായി വന്നതിന് ശേഷമില്ലേ നമ്മൾ രേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. നോക്കിയിട്ട് പിന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. കുറേ ഒഴിക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഉള്ളി അധികം വാടാൻ നിൽക്കുന്നില്ല കേട്ടോ. ഞാൻ അതിലേക്ക് തന്നെ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മളെ ചിക്കനൊക്കെ ക്രഷ് ചെയ്തതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് ചെറുങ്ങനൊന്ന് എന്നോട് കൂടുതലായി പോയിട്ടോ അടിച്ചത്. അപ്പോൾ കുഴപ്പമില്ല, അത് നമ്മളിങ്ങനെ താളിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിക്കോളും. എന്നാലും അധികം ക്രഷ് ചെയ്യാണ്ട് നിൽക്കുന്നതാണ് കേട്ടോ നല്ലത്. കുറേ നേരം ഒന്നും അടിക്കരുത്. ഒന്ന് തിരിച്ചിട്ട് നേരാക്കിയെടുത്താൽ ഈ ചിക്കന് നല്ലൊരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറേ നേരം നമ്മളിങ്ങനെ അടിക്കാൻ നിന്നാൽ നല്ല പൊടിഞ്ഞ പോലെ ചമ്മന്തി പോലെ ആയിട്ട് കിട്ടുക. അപ്പോൾ അധികം നേരം ഇങ്ങനെ അടിക്കരുത് കേട്ടോ, കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് താളിച്ചെടുക്കട്ടെ. ഇതിപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ ചിക്കനും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് നല്ല അടിപൊളി ഒരു മണം വരും കേട്ടോ. നല്ലോണം വാടി വന്നാൽ അതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കട്ടെ. അതിൻ്റെ ഇടയിൽ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കട്ടെ. ഇതിപ്പം കുറച്ചൊന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എക്സ്ട്രാ ഞാൻ പറയുന്നത് ഞാൻ സാധാരണ ചേർക്കുന്നത് പോലെ കസൂരി മേത്ത് ചേർക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് വാങ്ങി വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവത്തിനൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം വറുത്തെടുക്കുക കേട്ടോ. വറുത്തെന്ന് വെച്ചാൽ നല്ലോണം താളിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയി ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് സോഫ്റ്റായി നല്ലോണം മാളി വരും കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് നല്ലോണം നമ്മൾ സമൂസേനെക്കാട്ടും കുറച്ചൊന്നും കൂടി മാളിക്കണം കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. നല്ല ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതവിടെ നിന്ന് അങ്ങനെ ആവട്ടെ കേട്ടോ. ഈ ഒരു നേരം കൊണ്ട് നമുക്കൊന്ന് പൊടിയൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സാധനം തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ പൊടി കുഴയ്ക്കുന്ന നേരം കൊണ്ട് അത് അവിടെ നിന്ന് അങ്ങനെ ലോ ഫ്ലെയിമിലിട്ടാണ് വെക്കുക കേട്ടോ. അത് അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൻ്റെ ഒരു 1.5 ഗ്ലാസ് മൈദ നമ്മൾ എടുക്കുക. അപ്പം നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഞാനിതിൽ വെളിച്ചെണ്ണയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. ഒരു മയത്തിലൊന്നും അങ്ങനെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ച്
കുഴച്ച് വെക്കുന്നില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അത് ഒന്ന് പരത്തിയെടുക്കാൻ പോവാന്നേ. ഒരു 4 ബോൾസ് ആക്കിയിട്ട് ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ അധികം കട്ടിയുണ്ടാവരുത്, അധികം നേർത്തും പോകരുത് കേട്ടോ. ഒരു ഏകദേശം ചപ്പാത്തിൻ്റെ ആ ഒരു പരുവത്തിൽ, അതിനെക്കാട്ടും കുറച്ചൊന്ന് നേർത്തോട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഞാൻ മുഴുവനായിട്ട്. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്നും കൂടി ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 2 ബോൾസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തി പരത്തിയിട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേ. ഇപ്പോൾ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കട്ടെ, എന്നിട്ട് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് വേണ്ടിയത് ഇതേപോലത്തെ അടപ്പുള്ള ഗ്ലാസ് വക്കുള്ള ഗ്ലാസ്സാണ് കേട്ടോ വേണ്ടത്, ഒരു കുറച്ച് മൂർച്ചുള്ള. ഇപ്പോൾ ഇതേപോലെ ഞാനിന്ന് ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇതേപോലെ നിങ്ങൾക്ക് എത്രത്തോളം കിട്ടുമോ അത്രയും ഒരു റൗണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം നമുക്ക് ഇതിൻ്റെ ഇടയിൽ മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു റൗണ്ടിലേക്ക് നമുക്ക് മസാലകളൊക്കെ വെച്ച് കൊടുക്കാം. ഇതുപോലെ കുറേശ്ശെ എല്ലാ റൗണ്ടിലും ആക്കി വെച്ച് കൊടുക്കുക. ഈ തമ്പ് ഭാഗം ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മസാല ഇതേപോലെയാണ് കേട്ടോ ആയി കിട്ടിയത്. അത് ഇങ്ങോട്ട് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കുറച്ചൊന്ന് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ മസാല വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടോടൊക്കെ വെച്ച് കൊടുക്കാൻ പാടില്ല. ചൂടോടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു കേട്ടോ അടിഭാഗത്ത്. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മുഴുവൻ റൗണ്ടിലും ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചപ്പാത്തി എടുത്തിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നമ്മൾ ഗ്ലാസ് വെച്ച് മുറിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് പൊന്തിച്ച് കൊടുക്കാം മുഴുവനായിട്ടും. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളെ ഇറച്ചിപ്പത്തിരി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ തമ്പ് വെച്ചിട്ട് ഒന്ന് പല്ലെടുത്ത് കൊടുക്കട്ടോ. ഇതേപോലെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ കൈയൂട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നില്ല, ഞാനിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് ഇത് സൈഡ് ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താലും എങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെ, ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആണല്ലോ. അതുകൊണ്ടാണ് ഞാനിതുപോലെ ഒന്ന് മാത്രം ഒന്ന് ചെയ്തിട്ട് കാണിച്ചു തരാമെന്ന് ചെയ്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് പല്ലെടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ട് നമ്മൾ അരിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ പറ്റിപ്പോവും. നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് പൊടിയൊക്കെ ഒന്ന് വലിഞ്ഞിട്ട് പറ്റിപ്പോവും കേട്ടോ. ഒന്ന് അരിപ്പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യണേ, ചെറുങ്ങനെ. കുറേ അരിപ്പൊടി ഇടാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് നമുക്ക് നല്ല പണി കിട്ടും. ഇനി പരത്തി വെച്ച പത്തിരി ഇതേപോലെ ഞാനൊരു പാൻ വെച്ചിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് അപ്പുറം തിരിച്ചിട്ടൊന്ന് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഒരു ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിതിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ അരിപ്പൊടിയാണ് ഈ പാനിൻ്റെ മുകളിൽ കാണുന്നത്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാനൊന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അപ്പുറം ഒന്നൊറ്റ പ്രാവശ്യം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെച്ച് വേവിക്കൊന്നും വേണ്ടേ, ഒന്നപ്പുറം ഒന്ന് തിരിച്ചിട്ടെടുത്താൽ മതി. നമ്മൾ തൊലിയൊക്കെ വാട്ടുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കല്ലേ ചെയ്യുക, അതുപോലെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് ഒന്ന് എടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ ഇതേപോലെ ഞാൻ വാട്ടിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റോർ ചെയ്യുന്ന പോലെ വെച്ചാൽ ഇതേപോലെ വാട്ടിയതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി, എന്നാൽ ഒട്ടി പിടിക്കുകയല്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വാട്ടിയെടുക്കുന്നത്.
അപ്പോൾ പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ലെങ്കിൽ നമ്മൾ പരത്തി വെച്ചോണം എടുത്തിട്ട് പൊരിച്ചെടുത്താൽ മതി. നമുക്ക് ഇതേപോലെ വാട്ടേണ്ട ആവശ്യമില്ല. പിന്നെ വാട്ടിയാൽ ഒന്ന് നല്ലൊരു ക്രിസ്പി ആയിട്ട് നിൽക്കും കേട്ടോ, കറുമുറ ചെല്ലും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വാട്ടിയെടുക്കുന്നത്. അതും നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കുകയില്ല. അതിനും കൂടിയും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. പണ്ടൊക്കെ നമ്മൾ കോഴി അടക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യല്ലോ കേട്ടോ. പക്ഷെ അത് ഇതേപോലെ ഞാൻ നമ്മളിവിടെ പറയുക ഇറച്ചിപ്പത്തിരി എന്ന് കേട്ടോ. നമ്മൾ മലബാർ ഭാഷയിൽ പറയുക വെച്ചാൽ ഇറച്ചിപ്പത്തിരി എന്ന് പറയും. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട്, വെളിച്ചെണ്ണയോ ഓയിലോ എന്താണെന്ന് ചോദിച്ചു കൊടുക്കട്ടോ. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വറുത്ത് കോരാം. നമ്മൾ ഭൂരിയൊക്കെ പൊരിക്കുന്നില്ലേ, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നല്ലോണം ഫ്രൈ അപ്പുറം ഇപ്പുറം ഒന്ന് ചോപ്പിച്ചെടുത്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഭൂരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മസാല ഒക്കെ കൂട്ടി കഴിക്കുന്ന അതേ ഫീൽ തന്നെയാണ് കേട്ടത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിക്കെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങളെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഞാനിത് പൊരിച്ചെടുക്കട്ടെ. ഇനി ഞാൻ കുറച്ചാണ് കേട്ടോ പൊരിച്ചത്. ബാക്കിയുള്ള ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാന്ന്. ഇതേപോലത്തെ കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ബാക്കിയുള്ള ഞാൻ പിറ്റേന്നാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നും ആവില്ല കേട്ടോ. ഇതേപോലെ ഒരു 2-3 ദിവസമൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരാഴ്ച കൂടുതലൊന്നും ഞാൻ പറയല്ല കേട്ടോ ഒരു സാധനം. കാരണം നമുക്ക് ടേസ്റ്റ് കുറഞ്ഞ് വരുന്ന പോലെ തോന്നും കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് എന്ത് സാധനം എടുത്ത് പൊരിച്ചാലും